ആ സമയത്ത് ലൂയി 16 ഭരിക്കുന്നു. സാമ്പത്തികമായി മെച്ച വിഷ്ണു അദ്ദേഹം ഫ്രഞ്ച് ആ പാർലമെന്റ് വിളിച്ചു കൂട്ടാണ്. എന്തിനാ ഇവിടെ എന്തൊരു പരിപാടി? ഇവിടെ വന്നിരുന്നൊന്ന് പഠിക്കാന്ന് കരുതി. അറിയാ ഗ്രാമം നല്ല ആംബിയൻസ്, ഒന്ന് വന്നിരുന്ന് പഠിക്കാന്ന് കരുതി. വീട്ടിലും പഠിത്തം ഇവിടെയും പഠിത്തം, ഫസ്റ്റ് റാങ്ക് തന്നെയല്ലേ? ഇല്ലല്ലേ കുറച്ചൊക്കെ നോക്കുന്നു. നിന്റെ എക്സാം എന്തായി? ഞാൻ പഠിക്കുന്നുണ്ട്. പഠിക്കാം, എങ്ങനെ കിട്ടണ്ടേ നമുക്ക്? പറയാളിയാ അളിയ എവിടെ ഇരിക്കണേ? എന്തിനാടാ പഠിക്കണടാ? ഓ അളിയാ, പിന്നെ എവിടെ നിന്ന് പഠിക്കുക? എവിടെ ഇടിയും കൊള്ളിയാനും ഒരു രക്ഷയില്ല. ഈ പേമാരിക്കത്ത് എവിടെ നിന്ന് പഠിക്കണത്? നീ എവിടെ? എടാ ഞാൻ പഠിച്ചോണ്ടിരിക്കാനായിരുന്നടാ, ഞാൻ പഠിച്ച് തീർന്നു. ശരിയടാ, ഞാൻ വിളിക്കാം. എനിക്ക് വേറെ കോള് വരണം. പിന്നെ ഉറക്കമില്ലേ? ആടാ നീ എണീച്ചില്ലേടാ? ഞാൻ നീ പഠിക്കാനില്ലെന്ന് അറിയാൻ വേണ്ടി വെറുതെ വിളിച്ചത്. ഞാൻ നിന്റെ വീടിൻ്റെ ഇടയിൽ കൂടെ പോയായിരുന്നടാ, അവിടെ ലൈറ്റ് കിടന്നോ, അതുകൊണ്ട് വെറുതെ വിളിച്ചതാ. ആടാ അത് ഇന്നലെ ഞാൻ കുറച്ച് ലേറ്റായി കിടന്ന് ഉറങ്ങാനേ, അതാണ്. നീ എപ്പോഴത്തിലേ പോയത്? 5 തെറ്റുകയും ചെയ്ത തൊണ്ടരോടെ ഇടയ്ക്ക് വിളിക്കാൻ കണ്ട നേരം. ചേട്ടാ ഒരു ചായ. വീണ്ടും എടാ കുട്ടച്ച, ഞാൻ ഒരു ചായയെങ്കിലും കുടിച്ചോട്ട്, എന്നിട്ട് ഞാൻ എടുക്കാം. എടാ ഇല്ലടാ, ഞാൻ ഇത് മനുഷ്യക്ക് ഇത്ര മാർക്കെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ശ്രദ്ധിക്കുക, PSC ഉദ്യോഗാർത്ഥികൾ വീണ്ടും വീണ്ടും എപ്പോഴും ഒക്കെ ഇടയ്ക്കൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു ഉദ്യോഗാർത്ഥി അവൻ്റെ അടുത്ത കൂട്ടുകാരനായിരിക്കും അവനെ കൊണ്ടുള്ള ശല്യം. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മൾ ആവാൻ പാടില്ല. അടിക്കടി അവൻ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ കാര്യം ചിന്തിച്ചത്, നമ്മൾ മറ്റൊരുത്തിനെ ആലോചിച്ച് ഒരിക്കലും ജീവിക്കരുത്. നമ്മൾ ഉയരുന്നുണ്ടോ എന്നൊരു കാര്യം ആലോചിച്ചത്. മറ്റൊരുത്തൻ്റെ കാര്യം ചിന്തിക്കണം, പക്ഷെ അത് ഈ തരത്തിലാവരുത് എന്നൊരു കാര്യമാണ് നമ്മളിതിലൂടെ നൽകുന്നത്.